എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 129-ാം ഭാഗമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടങ്ങാതെ ദിവസവും കേൾക്കാൻ കഴിയും. എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. വെള്ളിയാഴ്ച വൈകുന്നേരം ഇരുട്ടാകുന്നതിന് മുൻപ് തന്നെ കിച്ചു വീട്ടിലെത്തി. ചെന്ന ഉടനെ തന്നെ ജെയിംസ് അച്ഛനെ കണ്ട കാര്യം പറഞ്ഞു. നാളെ അച്ഛൻ ഈ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ കാര്യവും ചേടത്തിയോട് പറഞ്ഞു. ചേടത്തിക്ക് പെട്ടെന്നൊന്നും അത് വിശ്വാസമായില്ല. ഇടവകയിൽ നിന്ന് പോയിട്ട് പിന്നെ ഒരു തവണയോ മറ്റോ പള്ളിയിൽ വരെ വന്നതേ ഉള്ളൂ. അതല്ലാതെ പിന്നീട് ഇങ്ങോട്ട് വന്നിട്ടേയില്ല. അപ്പോൾ പിന്നെ ഈ വീട്ടിലേക്ക് മാത്രമായി വരുന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് ചേടത്തിക്ക് തോന്നിയത്. നീ പറയുന്നത് യഥാർത്ഥത്തിലുള്ള കാര്യമാണോ അതോ വല്ല സ്വപ്നവും കണ്ടതാണോ? അല്ലെങ്കിൽ തന്നെ അച്ഛൻ ഇപ്പോഴുള്ള ഇടവകയും നിൻ്റെ ഓഫീസും തമ്മിൽ കുറേ ദൂരമില്ലേ? ഉണ്ടെന്നല്ലേ ഇന്നാളൊരിക്കൽ എന്നോട് പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് അച്ഛനെ കാണുന്നത്? മിക്കവാറും നീ എന്നെ കളിപ്പിക്കാൻ വേണ്ടി പറയുന്നതായിരിക്കും. അമ്മച്ചി അത്ര പെട്ടെന്നൊന്നും വിശ്വസിക്കില്ല എന്നവൻ അറിയാമായിരുന്നു. അതാണ് അമ്മച്ചിയുടെ സ്വഭാവം. എന്നാലും ഇത് അല്പം കാര്യമായ തർക്കമാണ്. അത് അതിൻ്റേതായ രീതിയിൽ മയത്തിൽ ഇടപെട്ട് തീർക്കണം. അച്ഛൻ എന്തോ ആവശ്യത്തിന് ഇടുക്കിയിൽ വന്നതാന്നേ. ഞങ്ങൾ അന്നേരം ഓഫീസിൽ നിന്നും ചായ കുടിക്കാൻ ഇറങ്ങിയതായിരുന്നു. ആ സമയത്ത് അവിടെ വഴിയിൽ വെച്ച് തന്നെ അച്ഛനെ കണ്ടു. കണ്ടാൽ പിന്നെ എനിക്ക് അങ്ങോട്ട് പോയി മിണ്ടാതിരിക്കാൻ പറ്റുമോ? അമ്മച്ചി പറഞ്ഞ്. ഞാൻ പോയി വിശദവിവരങ്ങളൊക്കെ സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിന്നോട് സംസാരിച്ചിട്ട് എനിക്ക് മതിയായില്ല എന്ന്. അതുകൊണ്ട് നാളെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു എന്ന്. ഈ വിവരം നീ വക്കച്ചൻ ചേട്ടനോടും ചേടത്തിയോടും പറയണമെന്നും പറഞ്ഞു. ഞാൻ അതിൻ പ്രകാരം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കൂടുതലൊന്നും എന്നോട് പറഞ്ഞില്ല. അച്ഛനോട് വരണ്ട എന്ന് പറഞ്ഞാൽ മതിയായിരുന്നോ? അങ്ങനെ പറയാൻ താൻ പറയില്ല. നല്ലൊരു വൈദികൻ വീട്ടിൽ വരരുതെന്ന് പറയാൻ പറ്റുമോ? ഇനി താൻ അങ്ങനെ പറഞ്ഞാലും കിച്ചു അങ്ങനെ പറയില്ല. പറയാൻ അവന് കഴിയില്ല. കാരണം ആ വൈദികൻ കിച്ചുവിന് വേണ്ടി ചെയ്തതൊക്കെ ഇടവകക്കാർക്ക് മുഴുവൻ അറിയാവുന്നതല്ലേ. ഇവൻ്റെ പറച്ചിലും ഭാവവും ഒക്കെ കണ്ടിട്ട് സംഗതി സത്യമാണെന്ന് തോന്നുന്നുണ്ട്. കിച്ചു അങ്ങനെയൊന്നും നുണ പറയാറില്ലാത്തവനാണ് താനും. ചെറുപ്പത്തിൽ മുതൽ അച്ഛന്മാരുടെ കൂടെ വളർന്നതിൻ്റെ ഗുണം കുറേയേറെ ഉണ്ട് അവൻ്റെ സ്വഭാവത്തിൽ. അതവന് ഭാവിയിൽ നന്മ വരാനേ ഉപകരിക്കൂ. അങ്ങനെ അച്ഛൻ വരുന്നുണ്ടെങ്കിൽ എപ്പോഴാണ് വരുന്നതെന്ന് എന്തെങ്കിലും പറഞ്ഞോ? രാവിലെ തന്നെ വരും എന്നുണ്ടെങ്കിൽ നമുക്ക് കാപ്പി കാലമാക്കണം. അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങി വയ്ക്കണം. ഞാൻ ലിസ്റ്റ് തരാം. നീ അതിൻ പ്രകാരം കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം. അപ്പച്ചൻ വന്നാലും അങ്ങേരെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാനൊന്നും പറ്റില്ല. ഞാൻ പറയാതെ അത് നിനക്കറിയാവുന്ന കാര്യമാണല്ലോ. അല്ലെങ്കിലും പ്രായമായ മാതാപിതാക്കളെ കൊണ്ടാണോ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിപ്പിക്കുന്നത്? അതും ആരോഗ്യമുള്ള മകനായ താനിവിടെ ഉള്ളപ്പോൾ. താനിവിടെയുള്ള ഒരു സമയത്തും അപ്പച്ചന് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങേണ്ടി വരാറില്ല. എന്നാൽ പിന്നെ വേണ്ട സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് അമ്മച്ചി അങ്ങ് പറഞ്ഞു തുടങ്ങിക്കോ. ഞാൻ എഴുതിയെടുക്കാം. എഴുതിക്കൊണ്ടു പോകുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ മറക്കും. ഉടനെ പോയാൽ അധികം വൈകുന്നതിന് മുൻപ് തന്നെ പോയി സാധനങ്ങൾ വാങ്ങി വരാമല്ലോ. ഇന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി വയ്ക്കണമെങ്കിൽ അത് ഇന്ന് തന്നെ ചെയ്യാമല്ലോ. ബാക്കി രാവിലെ ചെയ്താൽ മതിയാകും. ഇന്നൊന്നും തയ്യാറാക്കി വയ്ക്കുകയും മറ്റും വേണ്ട. നീ പോയി സാധനങ്ങൾ എത്തിച്ചു തന്നാൽ മതി. നമുക്ക് രണ്ടിനും കൂടി രാവിലെ ചെയ്തു തീർക്കാവുന്ന കാര്യമേ ഉള്ളൂ. അച്ഛൻ വരുമ്പോൾ എങ്ങനെയായാലും ഉച്ചയോടടുത്ത സമയമാകും.
അത്രയും നേരം ധാരാളം മതിയടാ നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ. ചേടത്തിക്ക് ഓർമ്മശക്തി കുറവാണെന്നൊക്കെ പറയുമെങ്കിലും സാധനങ്ങളുടെ ലിസ്റ്റ് പറയുമ്പോൾ ഒന്നുപോലും വിടാതെ കൃത്യമായി എല്ലാം നന്നായി ഓർമ്മയുണ്ട്. എന്നാൽ ഈ അടുത്ത കാലഘട്ടങ്ങളിലെങ്ങാനും കേട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും മറന്നിട്ടും ഉണ്ടാകും. ഇത് പിന്നെ നേരത്തെ മുതലേ വക്കച്ചൻ ചേട്ടൻ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത പരിചയമാണ്. അതനുസരിച്ചാണ് ഇപ്പോൾ തനിക്കും ലിസ്റ്റ് തയ്യാറാക്കി തരുന്നത്. കാര്യമായ മാറ്റമൊന്നും സാധനങ്ങളുടെ കാര്യത്തിൽ വന്നിട്ടില്ല. അറിയാത്ത സാധനങ്ങളൊന്നും വാങ്ങുകയുമില്ല. ദീനാമ്മ ചേടത്തി തയ്യാറാക്കി കൊടുത്ത സാധനങ്ങളുടെ ലിസ്റ്റുമായി കിച്ചു കടയിലേക്ക് പോയി. ആ സമയത്താണ് വക്കച്ചൻ ചേട്ടൻ വന്നത്. കിച്ചു വരാറുള്ള ദിവസമായതുകൊണ്ടും അവനെ അവിടെ കാണാത്തതുകൊണ്ടും വക്കച്ചൻ ചേട്ടൻ വിവരം തിരക്കി. അപ്പോൾ അവനെ കടയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ് എന്ന് ചേടത്തി പറഞ്ഞു. അതിൻ്റെ കാരണം തിരക്കുന്നതിന് മുൻപേ തന്നെ അച്ഛൻ നാളെ വരുന്ന വിവരവും പറഞ്ഞു. വെറുതെ സന്ദർശനമാണെന്നാണ് അവൻ പറഞ്ഞത് എന്ന് കൂടി പറഞ്ഞു. വക്കച്ചൻ ചേട്ടന് അപ്പോഴേ സംശയം തോന്നി. ഇത് വെറും സന്ദർശനമൊന്നുമായിരിക്കാൻ ഒരു സാധ്യതയുമില്ല. എന്തെങ്കിലും പ്രത്യേക കാര്യം കാണും. ഒരു കാര്യവുമില്ലാതെ അച്ഛൻ അങ്ങനെ നേരത്തെ ഇരുന്ന ഇടവകകളിലെ ഒരു വീടുകളിലും പോകുന്ന സ്വഭാവക്കാരനല്ല. ചിലപ്പോൾ കിച്ചു ഇവിടെ ഉള്ളതുകൊണ്ട് വരുന്നതുമാകാം. അവനെ തീരെ ചെറുപ്പം മുതൽ ഒരുവിധം നിൽക്കാൻ പരുവം വരെ ആക്കിയത് അച്ഛനാണല്ലോ. സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ കിച്ചു മടങ്ങി വന്നു. അപ്പോൾ വക്കച്ചൻ ചേട്ടൻ അവനോട് തന്നെ ചോദിക്കുകയും ചെയ്തു. വക്കച്ചൻ ചേട്ടനും വിശ്വാസം വരാൻ ലേശം വിഷമമായിരുന്നു. അച്ഛൻ വരുന്നത് വെറുതെയാണെന്നാണോ, അതോ നിന്നോട് വല്ല കാര്യവും പറഞ്ഞോ? സാധാരണഗതിയിൽ വെറുതെ ഒരിടത്തും പോകുന്ന സ്വഭാവക്കാരനല്ലല്ലോ അങ്ങേര്. കാര്യമൊന്നും എന്നോട് പറഞ്ഞില്ല. അല്ലെങ്കിലും പിന്നെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് എന്ന് ചോദിക്കുന്നത് എങ്ങനെയാ? അത് ശരിയല്ലല്ലോ. അച്ഛനും നമ്മളും തമ്മിലുള്ള ബന്ധം വെച്ച് ഇവിടെ വരെ ഒന്ന് വരാൻ പാടില്ലാത്ത ഒരു അവസ്ഥയും നിലവിലില്ലല്ലോ. അത് ശരിയാ. അങ്ങനെ ചോദിക്കാഞ്ഞത് ഏതായാലും നന്നായി. നീ അല്ലേലും അങ്ങനെ ചോദിക്കില്ലെന്ന് എനിക്കറിയാൻ മേലേ. അവർ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ പിറ്റേന്ന് ഉച്ചയ്ക്ക് മുമ്പ് അച്ഛൻ വന്നു. 12:15 നിരത്തുംതട്ടിലേക്ക് എത്തുന്ന ബസ്സിലാണ് അച്ഛൻ വന്നത്. പള്ളിയുടെ അവിടെ ഇറങ്ങി നടന്ന് വീട്ടിലെത്തിയപ്പോഴേക്കും 12:30 വന്ന വഴി പള്ളിയിൽ കയറി കാണില്ല. അതുപോലെ വന്ന വഴിക്ക് അധികമാരെയും കണ്ടും കാണില്ല. കണ്ടെങ്കിൽ അവർ വിവരം തിരക്കും. അങ്ങനെ പിന്നെയും സമയം വൈകുമായിരുന്നു. പള്ളിയിൽ മിക്കവാറും തിരിച്ചു പോകുമ്പോൾ കയറാനായിരിക്കും. പള്ളിമുറ്റത്തുകൂടി വന്നാൽ അവിടെ കയറാതിരിക്കാൻ അച്ഛന് തോന്നില്ല. അവിടെ കയറിയെങ്കിൽ പിന്നെ അച്ഛൻ്റെ കൂടെ ഇപ്പോഴത്തെ ഇടവക വികാരി കൂടി മിക്കവാറും വരും. അങ്ങനെ വന്നാൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ അതുപോലെ പറയാൻ സാധിക്കില്ലല്ലോ. ആരെങ്കിലും ഒരാൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടമ്മമാർക്ക് ഒരു നെട്ടോട്ടമാണ്. പ്രായമായാലും ദീനാമ്മ ചേടത്തിക്ക് ഇപ്പോഴും ആ കാര്യത്തിൽ ഒരു കുറവും ഇല്ല. കുടിക്കാൻ കൊടുക്കാനുള്ള ജ്യൂസൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചതാണ്. എന്നിട്ട് പോലും ആ സമയത്ത് ഒരു വല്ലാത്ത തിരക്ക്. അത് കൊടുത്തോ ഇത് കൊടുത്തോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ഞാൻ ഈ വീട്ടിൽ വിരുന്നുകാരനൊന്നുമല്ല ചേടത്തി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാൽ അത് കുറേശ്ശെയായി കഴിക്കാം. ബാക്കി വച്ചിട്ട് പോകും എന്നൊന്നും പേടിക്കണ്ട. മുഴുവനും കഴിക്കും. അതിനായി തിരക്ക് പിടിക്കുകയും വേണ്ട. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഊണുകൂടി തയ്യാറാക്കി എടുത്തു വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാവരും ഊണുമുറിയിൽ വന്നിരുന്നത്. അപ്പോൾ അച്ഛൻ വന്നതിൻ്റെ ലക്ഷ്യം ആദ്യം വക്കച്ചൻ ചേട്ടനോട് പറഞ്ഞു. നേരിട്ട് പറയുകയല്ല ചെയ്തത്. വക്കച്ചന് ബാങ്കിൽ കടമുണ്ടായിരുന്നു എന്നും സ്ഥലം ജപ്തിയായി എന്നുമൊക്കെ 2-3 കൊല്ലം മുമ്പ് പറയുന്നത് കേട്ടിരുന്നല്ലോ. അതിൻ്റെ കാര്യം എങ്ങനെയായി? അടച്ചു തീർത്തോ? കാര്യം പറഞ്ഞാൽ ഇന്നലെ ഇവനെ കണ്ടെങ്കിലും ആ കാര്യത്തെക്കുറിച്ചൊന്നും വിശദമായി ചോദിക്കാൻ സമയം കിട്ടിയില്ല. ജോലി സമയത്ത് പുറത്തിറങ്ങിയതല്ലേ. അവർക്ക് പോയിട്ട് ആവശ്യം കാണില്ലേ. നമ്മൾ വിളിച്ച് അധിക സമയം നിർത്തുന്നത് ശരിയല്ലല്ലോ.
ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അച്ഛനോട് വക്കച്ചൻ ചേട്ടൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ആ സ്ഥലം കിച്ചുവിന് എഴുതി കൊടുക്കാനുള്ള ഒരു പദ്ധതി ഉണ്ടെന്നും പറഞ്ഞു. അവൻ അതിന് ഇതുവരെ സമ്മതിച്ചിട്ടില്ല എന്നുകൂടി പറഞ്ഞു. എന്തുകൊണ്ടാണ് സമ്മതിക്കാത്തത് എന്ന് അവനോടൊന്ന് ചോദിക്കണമെന്നുകൂടി വക്കച്ചൻ ചേട്ടൻ പറഞ്ഞു വച്ചു. ടോമിയും സോഫിയും ഒക്കെ മക്കളായി ഉണ്ടല്ലോ. കിച്ചുവിനെ ആണെങ്കിൽ ദത്തെടുത്തിട്ട് പോലുമില്ല. അവൻ്റെ പേരിലേക്ക് എഴുതി കൊടുക്കണോ? അങ്ങനെ ചെയ്യുന്നത് ന്യായമായ കാര്യമാണോ? മക്കൾക്ക് കേസ് കൊടുക്കാനും മറ്റും പറ്റില്ല. എന്നാലും ഒരു ശരികേട് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു ശരികേടുമില്ല അച്ഛാ. ലോൺ അടച്ചു തീർക്കാൻ സമ്മതിച്ചിട്ടാണ് ഞാൻ അവർക്ക് വേണ്ടി പണം എടുത്തു കൊടുത്തത്. നയാ പൈസ അടച്ചില്ല എന്ന് മാത്രമല്ല, വേണമെങ്കിൽ അടച്ചു തീർത്ത് എടുത്തോ എന്നാണ് എന്നോട് അവർ പറഞ്ഞത്. ഞാൻ എവിടുന്നെടുത്ത് അടയ്ക്കാനാണ്? അപ്പോൾ ഈ ചെറുക്കനാണ് അവന് കിട്ടിയ ശമ്പളത്തിൽ നിന്നും ചുരുക്കി ലുപ്തിച്ച് ആ കടം മുഴുവൻ വീട്ടിയെടുത്തത്. അതിനു മുൻപ് തന്നെ ഞാൻ തീരുമാനിച്ചതാണ് ഇവിടുത്തെ വീടും സ്ഥലവും കിച്ചുവിന് എഴുതി കൊടുത്തേക്കാമെന്ന്. ടോമിയും സോഫിയും ചെയ്തത് ശരിയായില്ല എന്നത് ന്യായമായ കാര്യമാണ്. എന്നാലും അതിനു പകരം ഇങ്ങനെയൊരു ചെയ്ത്ത് വേണോ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കും മുൻപ് അവരോടൊന്ന് ആലോചിക്കണ്ടേ? അതിനുശേഷം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചാൽ പോരെ എന്ന് ഞാൻ ചോദിക്കുന്നു എന്ന് മാത്രം. അവർ പണം അടച്ചില്ലല്ലോ അച്ഛാ. അതിന് പ്രകാരം ബാങ്കുകാർ സ്ഥലം ജപ്തി ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ വന്നാൽ ആരെങ്കിലും ഒരുത്തൻ ലേലം പിടിച്ചു കൊണ്ടുപോവുകയല്ലേ ഉള്ളൂ. ഞങ്ങളെ രണ്ടുപേരെയും പെരുവഴിയിൽ ഇറക്കി വിടുകയും ചെയ്യും. അതിനുശേഷം ഒന്നിങ്ങോട്ട് വിളിക്കുക പോലും ചെയ്യാത്തതാണ് അവർ. അവർക്ക് വേണോ ഞാൻ ഇനി ബാക്കിയുള്ളതും കൂടി കൊടുക്കാൻ? അത് വേണ്ട. അങ്ങനെ ഒരുത്തനും ഉണ്ണണ്ട. ചേടത്തിയുടെ അഭിപ്രായം എന്നതാ? വേറെ ഒരു അഭിപ്രായം കാണാൻ സാധ്യതയില്ല. എന്നാലും അറിയാമല്ലോ, ഈ കാര്യം നിർദ്ദേശിച്ചത് തന്നെ ഞാനാണ് അച്ഛാ. അപ്പച്ചൻ അങ്ങ് സമ്മതിച്ചു എന്നേ ഉള്ളൂ. പിന്നീട് കൂടുതൽ നിർബന്ധം അപ്പച്ചന് തന്നെ ആയിരുന്നു കൊടുക്കണം എന്ന്. അച്ഛൻ കിച്ചുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ഉദ്ദേശിച്ച കാര്യം നടക്കാത്തപ്പോൾ ആരുടെ മുഖത്തും കാണുന്ന ഒരു നിരാശാഭാവമാണ് അവൻ്റെ മുഖത്ത് അപ്പോൾ ഉണ്ടായത്. അവന് ആ സ്ഥലം എഴുതി വാങ്ങുന്നതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ വിലയാണ് അവൻ ബാങ്കിൽ അടച്ചത്. പണം കൊടുത്തു വാങ്ങുന്നത് പോലെ കണക്കാക്കിയാൽ മതി. പിന്നെ ഞങ്ങൾ രണ്ടുപേരെയും ഇവിടെ താമസിപ്പിക്കണോ വേണ്ടയോ എന്ന് അവന് തീരുമാനിക്കാം. അതിപ്പോൾ അവൻ മാത്രം തീരുമാനിച്ചാൽ പോരായിരിക്കും. അവൻ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണുകൂടി തീരുമാനിക്കേണ്ടി വരും. അറിയാതെ ചേടത്തിയുടെ നാവിൽ നിന്ന് വീണതാണെങ്കിലും ഇതുവരെ അച്ഛനോട് പറഞ്ഞിട്ടില്ലാത്തതാണ് ആ രഹസ്യം. ഇനിയിപ്പോൾ മൂടിവയ്ക്കാൻ കഴിയില്ലല്ലോ എന്നതായിരുന്നു കിച്ചുവിൻ്റെ ഏറ്റവും വലിയ വിഷമം. നേരത്തെ പറയാത്തതിന് എന്ത് മറുപടി പറയും? എന്തായിരിക്കുമോ ആവോ അച്ഛൻ ചോദിക്കുക. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. കഥയുടെ ഓരോ ഭാഗങ്ങൾ അവരും കേൾക്കട്ടെന്ന് അല്ലേ? ലൈക്കും ഷെയറുമൊക്കെ ചെയ്താൽ യൂട്യൂബ് ഈ കഥ കൂടുതൽ പേരിലേക്ക് എത്തിക്കുമത്രേ. അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കേ.